ഇപ്പോൾ ദേവുവിൻ്റെ അപ്പൂസിൻ്റെ സ്കൂളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് അപ്പൂൻ്റെ ക്ലാസ്. അപ്പോൾ ഇവിടെ അത്തപ്പൂക്കളെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അപ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് പൂക്കളൊക്കെ ഇറുക്കുന്നുണ്ട്. അപ്പോൾ ഡാനി ഇതാ ചേച്ചിയുടെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പാട്ടിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പാട്ട് കേട്ടിട്ട് ദേവുവിൻ്റെ ഒപ്പം ഇരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ നേരമൊക്കെ കരയാണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ ഇതാണ് അപ്പൂൻ്റെ ക്ലാസ്. അപ്പോൾ ടീച്ചർ ഈ സമയത്ത് അത്തയിടാനുള്ള ഡിസൈൻ അവിടെ വരയ്ക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ അത്തയിടാനായിട്ട് അവിടെ വരച്ച ഡിസൈൻ. അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളൊക്കെ ചേർന്നിട്ട് പൂക്കളൊക്കെ ഇറുക്കുന്നുണ്ട്. അപ്പോൾ ഡോണോനും കുട്ടികളൊക്കെ ഇറുക്കുന്നുണ്ട്. അപ്പോൾ പൂ ഇറുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവനും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി പൂവൊക്കെ ഇറുക്കുന്നുണ്ട്. അപ്പോൾ ഡോണുവിൻ്റെയും അപ്പൂസിൻ്റെയൊക്കെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് ഇങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് പൂവൊക്കെ ഇറുത്ത് കൊടുത്ത് അത്തമൊക്കെ ഇട്ടിട്ടുള്ളൊരു ഓണം. അത് സ്കൂളിൽ. അപ്പം ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ഈ സ്കൂളിലാണ് പഠിച്ചപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാം പാട്ടും ഇതെല്ലാം നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ പൂവൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പവും ഡോണും ഫ്രണ്ട്സുമായിട്ട് ടോയ്സൊക്കെ എടുത്ത് വെച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ആൻറ്റി അവർക്ക് ടോയ്സൊക്കെ എടുത്ത് വെച്ച് കളിക്കാനായിട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ അവിടെ ഫ്ലോറിലിരുന്നിട്ട് ടോയ്സൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴെ ഇരുന്ന് അവർ കളിക്കുന്ന സമയത്ത് അവിടെ ഇറുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന പൂക്കളൊക്കെ എടുത്ത് വെച്ചിട്ട് ടീച്ചർമാരും പാരൻസും ഒത്തൊരുമിച്ച് അത്തപ്പൂക്കളെ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർമാർ ശരിക്കും പാരൻസിൻ്റെ നല്ല പോലെ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ അത്തപ്പൂക്കളം ഇട്ട് ലാസ്റ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ചേച്ചീനെ ഡോണുവിനെയും അപ്പൂനെയും കൂടെ വിളിച്ച് നിർത്തിയിട്ട് അവരെ കൊണ്ടും കൂടെ പൂവൊക്കെ ഇടിയിച്ചിട്ടുണ്ട്. അവർക്കതൊക്കെ സന്തോഷമാണല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറയുന്ന കണക്ക് അതുപോലെ കേട്ട് വെളിയിലൊന്നും ആക്കാതെ അത് നല്ല നീറ്റായിട്ട് തന്നെ അവർ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കളൊക്കെയാണ് എല്ലാം കൂടെ വെച്ചിട്ടാണ് അത്ത ഇടുന്നത്. അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഫൈനൽ ഇതാ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ളൊരു അത്തമായിരുന്നു. കാരണം എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. കാരണം കുട്ടികളുടെ കോർഡിനേഷനും അധ്യാപകരും എല്ലാവരും കൂടെ അവസാനം പിന്നെ ചുറ്റും എല്ലാവരും കൂടെ കുട്ടികളെല്ലാവരും കൂടെ ഇരുന്നിട്ട് അത്തത്തിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഫോട്ടോ എടുത്ത് ഡോണുവിനെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇരുന്നില്ല. പിന്നെ ദേവു വന്നപ്പോൾ ദേവുവിനെ ഞാൻ പിടിച്ചെടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പിടിച്ചെടുത്തി. ദേവു നമ്മളെ കണ്ട സമയം തൊട്ട് പിന്നെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു കേട്ടോ. സ്കൂളിൽ അതിഗംഭീരമായ ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെന്താ ലാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ നല്ലൊരു ഓണപരിപാടിയായിരുന്നു.